നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു നക്ഷത്ര വൃക്ഷത്തിന്റെ പ്രാധാന്യവും അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് മുള എവിടെയാണ് പ്രധാനമായിട്ടും നടേണ്ടത്, മുള കൊണ്ടുള്ള പ്രാധാന്യങ്ങൾ, മുള എന്താണ്, എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കുടുംബത്തിന്റെ, ഗൃഹത്തിന്റെ, വ്യക്തിയുടെയൊക്കെ സാമ്പത്തിക അഭിവൃദ്ധിയെ വേഗത്തിലാക്കാൻ മുള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് വിധമാണ് എന്നത് പറയുന്നത്. ഈശാനൻ അഥവാ പരമശിവൻ വസിക്കുന്ന സ്ഥലമാണ് വടക്ക് കിഴക്ക് മൂല. ഈശാന കോൺ എന്നാണ് ആ സ്ഥലത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഈശ്വരന്റെ കോൺ എന്നാണ് അർത്ഥം, അതായത് വടക്ക് കിഴക്കേ മൂല. അതുകൊണ്ട് തന്നെ ഈശാന കോൺ എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടാകും, എല്ലാ ഈശ്വരന്മാരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഈശാന കോൺ എന്നത് പഞ്ചഭൂതങ്ങളിൽ ജലത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കിണർ, കുളം, ജലസംഭരണികൾ തുടങ്ങിയവയ്ക്കൊക്കെ അനുകൂലമാണ്. ഈശാന കോണിൽ സ്ഥിതി ചെയ്യുന്ന കിണറ്റിലെ ജലം കുടിക്കുന്നത് ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് ആരോഗ്യം നൽകുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ഐശ്വര്യവും നൽകുമെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ മലിന വസ്തുക്കൾ ഈശാന കോണിൽ പാടില്ല. കിഴക്ക് വശം സൂര്യന് ഉദിച്ചു വരുന്ന ദിക്കാണ്. വടക്ക് ദിക്ക് എന്നത് കുബേരന്റെ ദിക്കായിട്ടാണ് പറയുന്നത്. വടക്ക് കിഴക്കേ മൂലയ്ക്ക് കുബേരന്റെ സാന്നിധ്യം പറയുന്നുണ്ട്. കുബേരൻ എന്നത് ധനത്തിന്റെ അധിപനാണ്. ഒരു വീടിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗവും വടക്ക് കിഴക്കേ മൂലയായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഈ മൂലയിൽ പ്രവേശന കവാടം ഉണ്ടാകുന്നതും നല്ല ഫലത്തെ നൽകുമെന്നാണ് വിശ്വാസം. അത് സ്വന്തം ഗ്രഹത്തിലേക്കുള്ള ഐശ്വര്യത്തെയും പോസിറ്റീവ് എനർജിയെയും ഒക്കെ വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. നക്ഷത്ര വൃക്ഷങ്ങളിൽ പുണർന്ന നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് മുള. മുള ഐശ്വര്യദായകമാണ്. മറ്റു വ്യക്തികളിലേക്ക് ദുഷിച്ച ദൃഷ്ടികളെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് മുള നടുന്നതിന്റെ ഒരു പ്രധാനം പറയുന്നത്. അതായത് മുള നെഗറ്റീവ് എനർജിയെ പ്രതിരോധിക്കുമെന്ന് വിശ്വാസമുണ്ട്. അത്തരത്തിൽ നെഗറ്റീവ് എനർജിയെ പ്രതിരോധിക്കാൻ ഗ്രഹത്തിന്റെ ഏതു വശത്തും നമുക്ക് മുള സ്ഥാപിക്കാവുന്നതാണ്. എന്നാൽ ഒരു വീടിന്റെ അഥവാ ആ വീടിന്റെ പുരയിടത്തിന്റെ വടക്ക് കിഴക്കേ മൂലഭാഗത്ത് മുള സ്ഥാപിക്കുന്നത് ആ ഗൃഹത്തിലെ അന്തേവാസികളുടെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കാൻ സഹായകരമാണ്. നിങ്ങളുടെ വീട്ടിൽ വടക്ക് കിഴക്ക് മൂലഭാഗം നിങ്ങൾക്ക് ഇല്ലിമുള നടാൻ സാധിക്കുമെങ്കിൽ നടുക. അത് നിങ്ങൾക്ക് നിരവധിയായിട്ടുള്ള ഐശ്വര്യം നൽകുന്നതാണ്. ഈ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.